ബെൽഫാസ്റ്റിലെ ഏറ്റവും വലിയ ആർട്ട് കൾച്ചറായിട്ടുള്ള റൈസ് കൾച്ചറിൻ്റെ മുന്നിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡൻ കളറിൽ ഒരു റൗണ്ടും അതിൻ്റെ ഔട്ട് സൈഡ് റൗണ്ടായിട്ട് വരുന്നത് വൈറ്റുമാണ്. ഔട്ട് സൈഡ് സണ്ണിനെയും ഇൻസൈഡിലുള്ള റൗണ്ട് എർത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ബെൽഫാസ്റ്റിലെ ഏറ്റവും വലിയ സ്കൾച്ചറാണ് ഈ റൈസ് കൾച്ചർ എന്ന് പറയുന്നത്. കിട്ടില്ല റൗണ്ട് അബൌട്ടിലാണ്. മൈലുകൾ ദൂരത്തോളം ഇത് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു സ്കൾപ്ചർ പാർക്കിലാണ്. C.S. ലൂയിസ് എന്ന് പറയുന്ന നാർണിയ ബുക്ക് എഴുതിയ ഓഥറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സ്കൾപ്ചർ പാർക്കിനകത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്ത് ആണ് സ്കൾപ്ചേഴ്സ് ഈ പാർക്കിലുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ സ്കൾപ്ചറിനെ കാണിക്കാം. ലയണിൻ്റെ സ്കൾപ്ചർ. ഈ നാർണിയ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അസ്ലാൻ എന്ന് പറയുന്ന ലയൺ, അതാണ് ഈ സ്കൾപ്ചർ വരുന്നത്. ടോട്ടൽ 7 സ്കൾപ്ചറാണ് ഉള്ളത്. അതിലിതേ മിസിസ് ആൻഡ് മിസ്റ്റർ ബീവർ, അതാണ് ഈ സ്കൾപ്ചർ വരുന്നത്. മൗഗ്രീൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അടുത്തത്, അതായത് വോൾഫ്. നമ്മുടെ വൈറ്റ് വിച്ചിൻ്റെ കൺട്രോളിലായിരുന്ന വോൾഫാണിത്. ഇത് ഭയങ്കര രസമായിട്ട് ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ സ്കൾപ്ചേഴ്സ് എല്ലാം. മേഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഈ അങ്ങനെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് എല്ലാം യൂസ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നാർണിയയിലെ വൈറ്റ് വിച്ച് ക്യാരക്ടറാണിത്. ഇത് ഭയങ്കര രസമായിട്ടുണ്ട് ആക്ച്വലി. നേരിട്ട് കാണുമ്പോൾ നല്ല ലുക്കുണ്ട് കാണാൻ. മെറ്റലിങ്ങനെ കഴിഞ്ഞ് തിളങ്ങുക. നാർണിയയിലൊരു കഥാപാത്രമാണ് മിസ്റ്റർ ടുംനസ്, അതായത് ഹാഫ് ഗോട്ടിൻ്റെയും ഹാഫ് ഹ്യൂമണായിട്ടുള്ള ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ സ്കൾപ്ചറാണിത്. ഇവിടെയാണ് അടുത്ത സ്കൾപ്ചർ ദ റോബിൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത സ്കൾപ്ചറിൻ്റെ അടുത്ത് പേരാണ് സ്റ്റോൺ ടേബിൾ. ഇതാണ് സ്റ്റോൺ ടേബിൾ. സെയിൻറ്റ് ആൻസ് കത്തീഡ്രൽ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ ചെറിയൊരു പെയിൻറ്റിങ് കൂടിയുണ്ട്. സോ അത് നല്ല രസമായിട്ട് തോന്നി, അതുകൊണ്ട് കാണിക്കുന്നതാണ്. എ വുമൻ വിത്ത് ഫ്ലവേഴ്സ്. ബെൽഫാസ്റ്റ് ഈസ് ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ വാൾ ആർട്സ് ആൻഡ് സ്ട്രീറ്റ്സ്. അതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസാണ് ഇനി നിങ്ങൾക്ക് ഞങ്ങൾ കാണിക്കുന്നത്. പറച്ചിലിന് ഉപരിയാണ് കാഴ്ചകൾ ഇവിടെ. ഒരു ഈവനിങ് വാക്കിന് എവിടെ ഇറങ്ങിയാലും ഫ്രെയിമോട് ഫ്രെയിമാണ് ഈച്ച് പ്ലേസ്. ഇതാണ് ബെൽഫാസ്റ്റ് വിക്ടോറിയ സ്ക്വയർ മാൾ, വൺ ഓഫ് ദി മേജർ അട്രാക്ഷൻസ് ഇൻ ബെൽഫാസ്റ്റ്. ഇതിൻ്റെ ഡോമിലോട്ട് ഫ്രീ ടൂർസ് അവൈലബിൾ ആണ്, വിച്ച് ഗിവ്സ് യു ബെൽഫാസ്റ്റ് സ്കൈലൈൻ വ്യൂസ് ആൻഡ് പ്രോമിനൻറ്റ് ബെൽഫാസ്റ്റ് ബിൽഡിംഗ്സ് സച്ച് ആസ് ആൽബർട്ട് ക്ലോക്ക് ആൻഡ് സിറ്റി ഹാൾ ഇവിടുന്ന് വിസിബിൾ ആണ്. ബെൽഫാസ്റ്റ് കുറേ കാര്യങ്ങൾക്ക് വേണ്ടി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതിലൊന്നാണ് ഗെയിം ഓഫ് ത്രോൺസ് സീരീസ്. എനിവൺ ഹാസ് വാച്ച്ഡ് ഇറ്റ്.
അതിൻ്റെ പല സ്ഥലങ്ങളും ബെൽഫാസ്റ്റിൻ്റെ സ്ഥലങ്ങളാണ്. ആൻഡ് ദാറ്റ്സ് എ റീസൺ ബെൽഫാസ്റ്റ് ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആണ് ടു ദാറ്റ് സീരീസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടൈറ്റാനിക് ബെൽഫാസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഗെയിം ഓഫ് ത്രോൺസിനെ റിപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ഉണ്ട്, which I'll just show you. It's known as Glass of Thrones instead of Game of Thrones.